ഞാൻ റിസ സക്രിയാസ്. എല്ലാവർക്കും മൈക്കിൾസ് മൈറ്റി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ചിക്കൻ ബർഗർ. ഇത് യങ്സ്റ്റേഴ്സിൻ്റെ ഒരു ഫേവറേറ്റ് ഡിഷാണ്. ഇതിനുള്ള ചേരുവകൾ എന്തെല്ലാമാണെന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പാചകത്തിലേക്ക് കിടക്കാം. ചിക്കൻ ബർഗർ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ 1/2 കിലോ ബോൺലെസ് ചിക്കൻ അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. 10 വെളുത്തുള്ളിയുടെ അല്ലി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നു. ഒരു ചെറിയ സവോള അരിഞ്ഞത്, ഒരു പച്ചമുളക്. ഇതൊരു പച്ചമുളക് ഞാൻ രണ്ടായിട്ട് മുറിച്ചിട്ടിരിക്കുന്നതാണ്. 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 മുട്ട. ഇത് ബ്രെഡ് ക്രംസ് നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളത് ഈ ചിക്കൻ മിൻസ് ആക്കി കഴിഞ്ഞിട്ട് നമ്മൾ തീരുമാനിക്കുക. അത് ഒത്തിരി ലൂസാണെങ്കിൽ നമ്മൾ ബ്രെഡ് ക്രംസ് ഉപയോഗിക്കും, അല്ലെങ്കിൽ നമുക്കിതിൻ്റെ ആവശ്യമില്ല. ഇതൊരു കുറച്ച് മല്ലിയില. ഇത് ബർഗർ ബണ്ണിൻ്റെ അകത്ത് വയ്ക്കാനുള്ള സവാള കനം കുറഞ്ഞരിഞ്ഞത്, തക്കാളി. ഇത് കാബേജ് ലീഫ്. കാബേജിന് പകരം നമ്മൾ ആക്ച്വലി ഉപയോഗിക്കേണ്ടത് സലാഡ് ലീവ്സാണ്. പക്ഷേ സലാഡ് ലീവ്സ് ഇപ്പോൾ അവൈലബിൾ അല്ലാത്തത് കൊണ്ട് നമുക്ക് കാബേജും ഉപയോഗിക്കാം. ഇത് ഈ ബണ്ണിൻ്റെ നടുക്ക് വയ്ക്കാനുള്ള ബട്ടർ. അപ്പം ആദ്യമായിട്ട് നമുക്ക് ഈ ചിക്കനും വെളുത്തുള്ളി, പച്ചമുളക്, കുരുമുളക് പൊടി, സവാള ഇത്രയും നമുക്ക് അരച്ചെടുക്കാം. ഇതിലേക്ക് ഞാൻ ഈ ഉപ്പിടുന്നു. മിൻസ് മീറ്റാക്കി നമ്മുടെ ഓൾറെഡി മല്ലിയില ഇടുന്നു. ഒരു 1/2 കപ്പ് മല്ലിയില മതി. ഈ മുട്ട നമ്മൾ ഉടച്ചൊഴിക്കുന്നു. ഇനി ഞാനിത് നല്ലതുപോലെ മിക്സ് ചെയ്യുന്നു. ബ്രെഡ് ക്രംസ് ഇടേണ്ട ആവശ്യമില്ല, നമുക്ക് ഇടാതെ തന്നെ നമുക്കിതിൻ്റെ പാറ്റീസ് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് എണ്ണ 3 ടേബിൾ സ്പൂൺ എണ്ണ ഞാൻ എടുത്തു. അതിൻ്റെ പകുതി ഇങ്ങോട്ട് ഞാൻ ഒഴിക്കുന്നു. എണ്ണ ഞാൻ കാണിക്കാൻ മറന്നു പോയായിരുന്നു, ഇപ്പോഴാണ് ഞാൻ എണ്ണ എടുത്തത്. എണ്ണ നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതിൻ്റെ പാറ്റീസ് ഫ്രൈ ചെയ്തെടുക്കാം. ഈ കയ്യിൽ ഞാനൊരു സ്വല്പം എണ്ണ തൊട്ടു. പാറ്റീസ് നമുക്ക് കട്ടി കുറച്ചുണ്ടാക്കാം. പത്ത് മിനിറ്റായി, നമുക്കൊന്ന് നോക്കാം. ഇതിൻ്റെ ഈ വശം വെന്തു. ഇതിൻ്റെ നടുക്കിച്ചിരി വേകാനുണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെ നമുക്കിനി അത് വേവിക്കണം. 20 മിനിറ്റായി. 2 സൈഡും കൂടെ ഈ 2 എണ്ണമായി. ഇതിൻ്റെ നടുക്കൊരു സ്വല്പം കൂടെ ആകാനുണ്ട്. ഒരു 2 മിനിറ്റും കൂടെ. ഇതുമായിട്ടുണ്ട്. ഇതുമായിട്ടുണ്ട്. ഇന്നിനി ഞങ്ങൾക്ക് ആവശ്യത്തിന് 4 ബർഗർ മതി. അതുകൊണ്ട് ബാക്കിയുള്ള ബർഗർ ഞാൻ ബ്രെഡ് ക്രംസിൽ മുക്കി പാറ്റീസ് ഉണ്ടാക്കി വെക്കും. എന്നിട്ട് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പം വേണേലും എടുത്ത് ബർഗർ ഉണ്ടാക്കാം. ഓൺ ദ സ്പോട്ട് ഉണ്ടാക്കാനാണെങ്കിൽ ബ്രെഡ് ക്രംസിൽ മുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ബ്രെഡ് ക്രംസിൽ മുക്കി വെക്കണം. ഇങ്ങനെ എപ്പം ഉണ്ടാക്കണോ അപ്പം വെളിയിലെടുത്ത് അതിൻ്റെ ഐസ് മാറിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് ഫ്രൈ ചെയ്തിട്ട് പിന്നെ ബർഗർ ഉണ്ടാക്കാം. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ട്ലറ്റ് പോലെ വേണേലും കഴിക്കാം. ഇനി ഞാൻ ഈ
ബർഗർ ബൺ ഇങ്ങനെ മുറിക്കുന്നു. രണ്ട് സൈഡിലും നമ്മൾ സ്വല്പം ബട്ടർ തേക്കുന്നു. അപ്പം നമ്മൾക്കിനി ബർഗർ ഉണ്ടാക്കാം. ഇത് ബേസ് എടുത്തിട്ട് ഞാൻ സ്വല്പം മയോണീസ് ഇത് നമ്മൾ ഇന്നലെ ഉണ്ടാക്കി വെച്ചിരുന്നതാണ്. ഇത് നമ്മൾ സ്പ്രെഡ് ചെയ്യുന്നു. അതിൻ്റെ പുറത്തായിട്ട് നമ്മൾ ഒരു കാബേജിൻ്റെ ചെറിയൊരു ഇലയിടുന്നു. അതിന് പുറത്തായിട്ട് ഒരു സവളയുടെ പീസ് ഇടുന്നു. അതിന് പുറത്തായിട്ട് നമ്മളൊരു ടൊമാറ്റോയുടെ പീസ് ഇടുന്നു. അതിന് മുകളിലായിട്ട് നമ്മൾ ഈ ചിക്കൻ വെക്കുന്നു. ചിക്കൻ്റെ പുറത്ത് ഒരു സ്വല്പം ടൊമാറ്റോ സോസ് ഞാൻ ഒഴിക്കുന്നു. കാരണം ഇവർക്ക്, എൻ്റെ ഫാമിലിക്ക് പ്രത്യേകിച്ച് കുട്ടികൾക്ക് ടൊമാറ്റോ സോസ് ഇഷ്ടമായതുകൊണ്ട് സ്വല്പം ടൊമാറ്റോ സോസ് ഒഴിച്ചു. അതിനുശേഷം ഇതിൻ്റെ മുകളിലത്തെ പീസ് വെച്ചു. ഇത് ഒരു പേപ്പർ നാപ്കിനിൽ ഇങ്ങനെ വെച്ച് റാപ്പ് ചെയ്യുക. അതിനുശേഷം മുകളിലായിട്ട് ഒരു ടൂത്ത് പീക്ക് വെക്കുക. അപ്പോൾ നമ്മുടെ ചിക്കൻ ബർഗർ ഈസ് റെഡി. ചിക്കൻ ബർഗറിൽ കുക്കുംബർ കട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷെങ്കിൽ അവൈലബിൾ അല്ലാത്തത് കൊണ്ട് ഞാൻ വെച്ചില്ല. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താമസിയാതെ വേറെ ഒരു വീഡിയോയുമായി ഞാൻ വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ ബൈ.